സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു നിർണായക വാർത്തയാണ് ഇപ്പോൾ അമ്പലപ്പുഴയിൽ നിന്നും പുറത്തു വരുന്നത്. കോൺഗ്രസ് നേതാവും സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയുടെ സുരക്ഷാ ചുമതലയ്ക്കായി ബന്ധപ്പെട്ട കടുത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ സ്ഥിരം പൈലറ്റ് വാഹനത്തിലേക്ക് ഒരു സജീവ RSS പ്രവർത്തകനെ നിയമിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിലേക്ക് അമ്പലപ്പുഴ നീർക്കുന്നം സ്വദേശിയായ P കൃഷ്ണലാൽ എന്നയാളെ നിയമിച്ചതാണ് ഇപ്പോൾ വൻ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. കൃഷ്ണലാൽ വെറും ഒരു സാധാരണക്കാരനല്ല, മറിച്ച് നീർക്കുന്നം ദേവരുടെ ക്ഷേത്ര മൈതാനിയിൽ മുൻപ് സജീവമായി പ്രവർത്തിച്ചിരുന്ന ശാഖയിലെ പ്രധാന മുഖ്യശിക്ഷകായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൃഷ്ണലാലിന്റെ കുടുംബങ്ങളും സജീവ BJP RSS പ്രവർത്തകരാണെന്ന ആരോപണവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. ഈ നിയമനം പുറത്തു വന്നതോടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമാണ്. അമ്പലപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കുള്ളിൽ തന്നെ ഈ നിയമനത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തരമന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിൽ RSS പശ്ചാത്തലമുള്ള ഒരാൾ എങ്ങനെ കടന്നുകൂടി എന്ന ചോദ്യമാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഇപ്പോൾ ഉയർത്തുന്നത്. എന്നാൽ ഈ കഥയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. കോൺഗ്രസ് നേതാവും തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരു വനിതാ അംഗത്തിന്റെ അടുത്ത ബന്ധുവുമാണ് ഈ പറയുന്ന കൃഷ്ണലാൽ എന്നും പറയപ്പെടുന്നു. ഈ ഒരു രാഷ്ട്രീയ സ്വാധീനമാണോ ഇത്തരമൊരു സുപ്രധാന നിയമത്തിന് പിന്നിൽ എന്ന സംശയവും ഇപ്പോൾ ശക്തമാണ്. സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇത്രയും ഗൗരവമേറിയ ഒരു നിയമനത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലം കൃത്യമായി പരിശോധിച്ചില്ലേ എന്ന ചോദ്യമാണ് പൊതുസമൂഹവും അണികളും ഒരുപോലെ ചോദിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മറ്റു ഉന്നത അധികാരികളിൽ നിന്നോ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ വിവാദം എങ്ങോട്ടേക്ക് തിരിയും, കാത്തിരുന്നു കാണാം.